ഹായ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ചക്ക മുറിക്കുന്ന ജാക്ക് ഫ്രൂട്ട് മുറിക്കുന്നതൊക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഈ ജാക്ക് ഫ്രൂട്ടും കൊണ്ട് അതായത് ചക്ക കിട്ടും നമുക്ക് ഒത്തിരി ഉപയോഗമുണ്ട്. കുറേ കറികളൊക്കെ വെക്കാൻ പറ്റും, പഴം കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് അതിൻ്റെ ചക്കക്കുരുവാണ് കേട്ടോ, ജാക്ക് ഫ്രൂട്ട് സീഡ് എന്ന് പറയും. ഇതും കൊണ്ട് നമുക്ക് കറി വെക്കാൻ പറ്റും. ഞാനത് ഇതും കൊണ്ടൊരു ചക്കക്കുരു മാങ്ങ നമ്മുടെ പച്ചമാങ്ങയൊക്കെ ഇട്ടൊരു കറി വെക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ്. എങ്ങനെ വരുമെന്നറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം, ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ ഇത് ചക്കക്കുരു മാങ്ങ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വളരെ ഇഷ്ടമുള്ളൊരു കറിയായിരുന്നു. അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ നമ്മൾ പൊളിച്ചു. ഇനിയിപ്പം പതുക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമ്മളിത് വേവിക്കാൻ പോവുകയാണ്. അപ്പം ഓരോ പാർട്ടായിട്ട് ഞാൻ വീഡിയോ ഇടാമേ. അപ്പോൾ ഇത് നമ്മുടെ പച്ചമാങ്ങയാണ് കേട്ടോ. പച്ചമാങ്ങയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ചക്കക്കുരുവിനകത്തോട്ട് മിക്സ് ചെയ്തൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇതുണ്ടോ, ഇത് ഞാൻ അതിനകത്തോട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചേക്കുവാണ്. ഇതിൻ്റെ ചെറിയ തണ്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പച്ചമുളകിൻ്റെ അതൊരു വെറൈറ്റി ടേസ്റ്റാണ്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കണേ. ഇതാണ്ട് ചക്കക്കുരു അരിഞ്ഞ് അതിനകത്തിട്ട് ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതായത് ടർമറിക്കിൻ്റെ പൗഡറൂടെ ഞാൻ ചേർക്കാമെന്ന് ഓർക്കുന്നു. വേണ്ട, മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുവാണേ. കുറച്ച് ജീരകവും തേങ്ങയും വെളുത്തുള്ളിയും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് നല്ലപോലെ അരച്ചെടുക്കണം. ഇത് നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറിക്ക് വേണ്ടിയിട്ട് നല്ലപോലെ ഇത് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഇവിടെ മാങ്ങയും ചക്കക്കുരുവും കൂടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഞാൻ കുറച്ച് കുമ്പളങ്ങയായിട്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഞാൻ എടുത്ത പച്ചമാങ്ങയ്ക്ക് വലിയ പുളിയില്ലെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുമ്പളങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റും കിട്ടും, ഇച്ചിരി പുളിയും കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അതുകൂടി ഇട്ടൊന്ന് വേവിച്ചത് കേട്ടോ. അത് എനിക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, ഉടയുന്നുണ്ട്. ഇനി നമുക്കിത് കടുക് വറുക്കാനുള്ള നോക്കാമേ. അല്ല, ഞാൻ ആ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണിത്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ഇട്ട് അരച്ച് വെച്ചതാണിത്. ഇപ്പം കടുക് വറുക്കാൻ വേണ്ടി ഇനി നമുക്കിത് ഉള്ളി, നമ്മുടെ റെഡ് ചില്ലി, കരിവേപ്പില, ഇത്ര ഇത് കേട്ടോ. ഉള്ളി എന്ന് വെച്ചാൽ ഇത് സവോളയാണ് കേട്ടോ. ഞാൻ സാധാരണ ചെറിയ ഉള്ളി, ഇതാ പേളോണീനുണ്ട്, അതാണ് ഏറ്റവും നല്ലത് ഇതിന് കടുക് വറുക്കാൻ. ഉള്ളിയാണെങ്കിലും നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണെന്ന് ഞാൻ കേട്ടേക്കുന്നുണ്ട്. നമ്മൾ ഹോസ്റ്റലൊക്കെ താമസിച്ച പിള്ളേർക്ക് അറിയാൻ പറ്റും. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അരിഞ്ഞും പിടിച്ചൊക്കെ ഒന്ന് പെട്ടെന്ന് വല്ല കറിയോ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് നോക്കുന്നത്. നമുക്കിങ്ങനെ ചെറിയ പൊടിയായിട്ടൊക്കെ അരിഞ്ഞൊന്നും സമയം കിട്ടത്തോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പേഷ്യൻസി ഒന്നും നമുക്ക് കാണത്തില്ല. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ വലിയ പേഷ്യൻസി ഉള്ള ആളൊന്നുമില്ല കേട്ടോ. ഞാനതുകൊണ്ട് ഇതാണ്ട് കുഞ്ഞു പൊടിയായിട്ടൊന്നും അരിയാതെ ഇങ്ങനെ അരിഞ്ഞേക്കുവാണ്. ഇത് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ കടുക് വറുക്കുന്ന വലിയ ടേസ്റ്റിന് കുറച്ചൊക്കെ വ്യത്യാസം കാണുമായിരിക്കും എന്താണെങ്കിലും. അപ്പം റെഡ് ചില്ലി, കറിവേപ്പില, നമ്മുടെ സവാള അല്ലെങ്കിൽ പേളോണിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടുക് വറുക്കണം. ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് കടുക് വറുക്കുന്നത് കേട്ടോ. അപ്പം അതുകൂടെ കാണാം. ഇതൊരു സോസ്പാൻ എടുത്തിട്ട് നമ്മൾ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലാണ്, അതൊന്ന് ബോയിലായി വരുമ്പോഴത്തേനും നമ്മൾ കുറച്ച് കടുക്, ഞാൻ കടുക് വറുക്കുന്ന ആക്ച്വലി നമ്മുടെ ചക്കക്കുരുവും മാങ്ങ ആയതുകൊണ്ട് ഇച്ചിരി ജീരകം കൂടി ഇട്ട് ഞാനങ്ങ് കടുക് വറുക്കുന്നത് കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ജീരകം ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി വരുന്നുണ്ട്, ഞാൻ ഇച്ചിരി ജീരകം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അതിന് ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കരിവേപ്പില എല്ലാം കൂടെ ഒന്ന് നമ്മളിത് കണ്ടോ. നമ്മൾ സവോളയും റെഡ് ചില്ലീസ്, കറിവേപ്പില, കടുക്, ജീരകം അത്രയും വെച്ച് നമ്മളൊന്ന് വറക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് വഴറ്റിയെടുക്കുവാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പേളോണീനാണ് നല്ല ടേസ്റ്റ് വരും. ഇനി ഇതിനകത്ത് അല്പം ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ ആ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല കളറിൽ വരുമെന്നാണ് നമ്മൾ കേട്ടേക്കണേ. അപ്പോൾ ഞാൻ അതിനകത്ത് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുവാണ്. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും നന്നായിട്ട് വെന്തില്ലേ, അതിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേങ്ങ അരച്ച് വെച്ച് തേങ്ങ ചേർക്കുകയാണ്. അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇതിനകത്തേക്ക് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കടുക് നമ്മൾ ഇതിലേക്ക് താളിച്ച് ചേർക്കുവാണ്. നമ്മളത് കഴിയുമ്പോഴാണ് ജസ്റ്റ് ഒരു നല്ല ആവശ്യമുള്ള ഉപ്പൂടെ നമ്മൾ അതിന് ശേഷം ചേർക്കും കേട്ടോ. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കടുക് ചേർക്കാം. നമ്മളിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കടുക് ചേർക്കുവാണ് കേട്ടോ. നന്നായി ചേർത്തിന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണല്ലോ.
നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് വറുത്തതിൻ്റെയൊക്കെ ആയിരിക്കും, ജീരകവും എല്ലാം കൂടെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു ശക്കല ഒരു 2 മിനിറ്റ്സും കൂടെ വെച്ചതിന് ശേഷം അടുക്കി പിടിക്കല്ലോ കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇച്ചിരി കുറുകി വന്നേക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങ് ഓഫ് ചെയ്താൽ മതി അടുപ്പ്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യുവാണ്. ഇവിടെ നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം നമ്മുടെ ഇവിടെ ഇതാണ് ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ എന്നെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ അമ്മമാരൊക്കെ വെച്ച് തന്നുകൊണ്ടിരുന്ന പഴയ കാലത്തെ മാങ്ങാക്കറിയുടെ ചക്കക്കുരു മാങ്ങാക്കറിയുടെ കറി ടേസ്റ്റൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് എന്നെ സംബന്ധിച്ച് ഞാനുണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പം അമ്മമാരുണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടോ എന്നറിയില്ല എനിക്ക്. കാരണം ഫ്രഷ് മാങ്ങയല്ലായിരുന്നു എനിക്ക് കിട്ടിയത്. ചക്കക്കുരു ഫ്രഷ് ആയിരുന്നെങ്കിലും മാങ്ങ ഫ്രഷ് അല്ലായിരുന്നു കേട്ടോ. മാങ്ങ ഇവിടെ നേരത്തെ എനിക്ക് കിട്ടിയത് ഞാൻ മുറിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്, അതാണ് എടുത്തിരുന്നത്. പക്ഷേ പുളി അതുകൊണ്ട് ഒരു ശകലം കുറവായിരുന്നു. പക്ഷെ കുമ്പളങ്ങ ഇട്ട് വെച്ചിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അടുത്തതായിട്ട് ഞാൻ ചക്കക്കുരു തോരൻ, അതായത് ജാക്ക് ഫ്രൂട്ടിൻ്റെ തോരൻ ഉണ്ടാക്കുന്നത്, സീഡിൻ്റെ, അതും കൂടെ ഞാനിത് അടുത്ത വീഡിയോ ആയിട്ടിടാം കേട്ടോ. അപ്പം ഇത് ചക്കക്കുരു കറി, ചക്കക്കുരു മാങ്ങ കറി വിത്ത് കുമ്പളങ്ങയാണ് കേട്ടോ, ഒരു വെറൈറ്റി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.